ഹലോ. അപ്പോഴേ നമുക്കിന്ന് ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കണവ നമ്മുടെ നാട്ടിലൊക്കെ കണവ എന്നാണ് പറയുന്നത്. അതായത് ഈ കൂന്തൽ മറ്റുള്ള നാട്ടിലൊക്കെ പല പേരുകളാണ് പറയുന്നത്. ഇവിടെ കൊല്ലംകാർ കണവ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും തക്കാളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി ഞാൻ അങ്ങോട്ട് ഇട്ട് വഴറ്റിയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് നമുക്ക് വഴറ്റി എടുക്കാം. അപ്പോൾ ദാണ്ട് തക്കാളിയും കൊച്ചുള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന മസാല എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഇവിടെ കുറച്ചധികം എരിവ് കൂട്ടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ കുറച്ച് അധികത്തിൽ ചേർക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഒരു 10 മണം ഒന്ന് മാറി കിട്ടാനായിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അപ്പം നന്നായിട്ടത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഒന്ന് കണവയിലേക്കൊന്ന് പിടിക്കണം. അതിനുവേണ്ടി നന്നായി ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നന്നായി വേവിച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ ഞാൻ ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയും കുറച്ച് കരിയാപ്പിലയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മസാല ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടും. അതിനുവേണ്ടിയാണ് ചേർത്തത്. നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കണവ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി നമുക്ക് എടുക്കാം.